മലയാളിക്ക് ഇന്ന് കാണുന്നതെല്ലാം ഉണ്ടായത് ഈ തീരത്ത് നിന്നാണെന്നത് ചരിത്ര സത്യമാണ്. പണ്ട് ജീവനും പണയം വെച്ച് സ്വപ്നങ്ങളുമായി പായ്ക്കപ്പലുകളിലേക്ക് ചാടിപ്പുറപ്പെട്ട മനുഷ്യരെല്ലാം ആദ്യമായി തീരമണഞ്ഞത് ഗോർഫുഖാനിലെ ഈ മണ്ണിലാണ്. ഇവിടെ നിന്ന് തുടങ്ങിയ മലയാളികളുടെ ഗൾഫ് പ്രവാസം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വന്നെത്തിയ മലയാളിക്കൊപ്പം വളർന്നതാണ് ഈ അറേബ്യൻ മണ്ണും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ കിഴക്കൻ തീരത്ത് ഒമാൻ ഉൾക്കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഗോർഫുഖാൻ ഷാർജ എമിറേറ്റിൻ്റെ ഭാഗമാണ്. എന്നാൽ ഗോർഫുഖാൻ ഭൂമിശാസ്ത്രപരമായി ഫുജൈറ എമിറേറ്റിനാലാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ഫുജൈറ സിറ്റി കഴിഞ്ഞാൽ കിഴക്കൻ തീരത്തെ രണ്ടാമത്തെ വലിയ നഗരമായ ഗോർഫുഖാൻ രണ്ട് താടിയെല്ലുകളുടെ അരുവി എന്നർത്ഥം വരുന്ന ഗോർഫുഖാൻ ഉൾക്കടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഗോർഫുഖാൻ കണ്ടെയ്നർ ടെർമിനലിന്റെ ആസ്ഥാനമാണ് ഈ പ്രദേശം. മേഖലയിലെ ഏക സ്വാഭാവിക ആഴക്കടൽ തുറമുഖവും UAE പ്രധാന കണ്ടെയ്നർ തുറമുഖങ്ങളിലൊന്നുമായ ഗോർഫുഖാൻ തുറമുഖം ഷാർജയുടെ കിഴക്കൻ കടൽ തീരത്തെ അഭിമുഖീകരിച്ചാണ് കിടക്കുന്നത്. ഷാർജ എമിറേറ്റിന്റെ 3 തുറമുഖങ്ങളിൽ ഒന്നാണ് ഈ തുറമുഖം. വെളുത്ത മണൽ ബീച്ചുകളും പവിഴപ്പുറ്റുകളുമുള്ള ഇവിടെ സഞ്ചാരികളുടെ ഇഷ്ടയിടം കൂടിയാണ്. UAE കിഴക്കൻ തീരത്ത് ഷുമൈലിയ പർവ്വതനിരകൾക്കും അറബിക്കടലിനുമിടയിലുള്ള ഗോർഫുഖാൻ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. മലയാളികൾക്ക് ഈ പ്രദേശം ടൂറിസ്റ്റ് കേന്ദ്രത്തിനൊപ്പം തങ്ങളുടെ ചരിത്രത്തിലേക്കുള്ള വഴി കൂടിയാണ്.